20th അവറാണ്. 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കാനുള്ള മനസ്സ്, അതും നമ്മുടെ നാട്ടിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി മറ്റൊരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാവാത്ത അല്ലെങ്കിൽ അഡൽട്ട് ആവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് ഒരു SIയും ഒപ്പം ഒരു മാധ്യമപ്രവർത്തകനും ചേർന്നാണ്. ഇത്തരം ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. ഈ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുകയാണ് 20th അവർ. സ്വാഗതം ഒരിക്കൽ കൂടി. ആദ്യം കേരളത്തെ നടുക്കിയ ഞെട്ടിച്ച ഒരു സംഭവത്തിലേക്കാണ് തിരുവനന്തപുരത്തുണ്ടായത്. സ്കൂൾ വിട്ട് പോകും വഴിയായിരുന്നു ഒരു സ്കൂൾ വിദ്യാർത്ഥിനി. അവളെ ആക്രമിച്ചു കൊടിയ പരിക്ക് വരുത്തി വളർത്തു നായ്ക്കൾ. ആക്രമിച്ചത് അപകടകാരികളായിട്ടുള്ള ബെൽജിയൻ മെലിനോസ് എന്ന നായ്ക്കൾ. ഉടമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ്. ബെൽജിയൻ മെലിനോയ്സ്, ബെൽജിയൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട ശ്വാനവർഗമാണിത്. ഈ നായ്ക്കളെ പറ്റി പറയുമ്പോൾ അതീവ അപകടകാരികൾ എന്നതിനുമപ്പുറം ലോകരാജ്യങ്ങളിലെ ഒക്കെ പ്രധാനപ്പെട്ട കമാൻഡോ ടീമുകളുടെ ഒക്കെ ഭാഗമാണ് ഈ നായകൾ. അപ്പോൾ നമുക്ക് ഊഹിക്കാം എത്രമാത്രം മൂർച്ചയേറിയതാണ് അവയുടെ നീക്കങ്ങളും ആക്രമണങ്ങളും എല്ലാമെന്ന്. വലിയ മൂക്കും തലയുമൊക്കെയാണ് ഈ ബെൽജിയൻ മെലിനോയ്സ് എന്ന നായയുടെ പ്രത്യേകത. ഏതാണ്ട് 66 സെന്റിമീറ്റർ വരെ ഉയരം വയ്ക്കും. 32 കിലോയോളം ഒരു ശരാശരി ഭാരമുണ്ടാകാനും സാധ്യതയുണ്ട്. ഏത് കാലാവസ്ഥയും ആയിക്കോട്ടെ, ആ കാലാവസ്ഥ ഏതായാലും ഭൂപ്രകൃതി ഏതായാലും അവിടെയൊക്കെ മികവ് കാട്ടാനുള്ള ഒരു കഴിവാണ് ഈ നായ്ക്കളെ വേറിട്ട് നിർത്തുന്നത്. വൈറ്റ് ഹൗസ്, നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസിന്റെ സുരക്ഷ നോക്കുന്നവരിൽ പോലും ഈ നായ്ക്കളുണ്ട്. ഒരിക്കൽ ബിൻ ലാദനെ കണ്ടെത്താനുള്ള USA ഓപ്പറേഷനിൽ അന്ന് സേനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഇവറ്റകൾ. അങ്ങനെ ഭീകരന്മാരാണ് അക്ഷരാർത്ഥത്തിൽ ഈ ബെൽജിയൻ മെലിനോയ്സ് എന്ന ഈ നായകൾ. ഇന്ന് നടന്നത് എന്താണ് എന്ന് നോക്കാം. മൺവിള, തിരുവനന്തപുരത്തുള്ള സ്ഥലമാണ് മൺവിള. അവിടുത്തെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി, അവളുടെ പേര് അന്ന മരിയ എന്നാണ്. മൺവിള സ്വദേശി മനോജിന്റെ മകളാണ്. +2 വിദ്യാർത്ഥിനിയാണ്. 2 നായ്ക്കൾ ചേർന്നാണ് ഈ കുട്ടിയെ ഇന്ന് ആക്രമിച്ചത്. അത് കണ്ടു നിന്നവരും അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ പോലും പറഞ്ഞത് ശസ്ത്രക്രിയ പോലും ദുഷ്കരമായ നിലയിലേക്ക് മുറിവുകൾ ഉണ്ടാക്കി ആ നായയുടെ കടിയേറ്റ് എന്നുള്ളതാണ്. പോങ്ങമ്മൂട് ബാപ്പുജി നഗറിലെ കബീർ എന്ന ആളുടെ വീട്ടിലെ 2 നായ്ക്കളാണ്. എങ്ങനെയാണ് ഈ നായ്ക്കൾ വീടിന് പുറത്തെത്തി ഈ കുട്ടിയെ ആക്രമിച്ചു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത്. ഗേറ്റ് തുറന്നു വന്നാണ് ആ നായ്ക്കളുടെ ആക്രമണം എന്ന് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ആ ഗേറ്റിന്റെ താഴിടാൻ മറന്നതാകാം. നടന്നു വന്ന അവൾ ഒരു ഭക്ഷണം കഴിച്ച ശേഷം റോഡരികിലൂടെ നടന്നു വരികയാണ് സുഹൃത്തുക്കൾക്കൊപ്പം. അപ്പോൾ അവളുടെ മേലേക്ക് നേരെ കുരച്ചുകൊണ്ട് ചാടി വീഴുകയാണ്. ആദ്യം അവളുടെ തലയിൽ കൈകൊണ്ട് മുറുകെ പിടിച്ചു, എന്നിട്ട് കടിച്ചു പറിച്ചു. അപ്പോൾ അവൾ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ അവൾ അസാമാന്യ ധൈര്യമുള്ള പെൺകുട്ടിയായിരുന്നു. ആ ധൈര്യത്തിൽ അവൾ കടിച്ചുകൊണ്ടിരുന്ന ആ നായയുടെ മൂക്കിനോട് ചേർന്ന് പിടിച്ചു. അങ്ങനെയാണ് കൂടുതൽ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. ഇതിനിടയിൽ ശബ്ദം കേട്ട് ചില നാട്ടുകാർ, ഒപ്പം അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ, ഇവരൊക്കെ ഓടി വന്നു. അവരൊക്കെ ചേർന്ന് ആ നായയെ ബാഗ് കൊണ്ട് മറ്റ് വടി കൊണ്ട് ഒക്കെ അടിച്ചാണ് ഒരു തരത്തിൽ ആ കുട്ടിയെ കടിക്കുന്നതിൽ നിന്നും ആ നായയെ ഒന്ന് വിടുവിച്ചത്. അപ്പോഴും ആ നായയുടെ അതിൻ്റെ രോഷം തീരുന്നുണ്ടായിരുന്നില്ല. അതിങ്ങനെ കുരച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ആ പെൺകുട്ടി പറയുന്നത് കേൾക്കാം. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ റിവിഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോഴത്തേനും ഞങ്ങളുടെ ടീച്ചറിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കും. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഞാൻ ഇവളുടെ വീട്ടിൽ കഴിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു ഈ 2 പട്ടികളുണ്ടായിരുന്നു. ഈ 2 പട്ടികൾ ഓടി വന്ന് ആദ്യം ഇവളുടെ മുടിയിൽ പിടിച്ചു. ഇവൾ ബാഗിട്ട് അടിച്ചു. എന്നിട്ട് അപ്പോൾ അടുത്ത പട്ടി എന്ന് എൻ്റെ പുറത്തോട്ട് ചാടി. അപ്പോൾ ഞാൻ വീണിട്ട് ഈ പട്ടി കാലിൻ്റെ അടിയിൽ ഇങ്ങനെ കടിച്ചിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറേ വിളിച്ചു. അപ്പോൾ അവൾ ബാഗിട്ടൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് കല്ലൊക്കെ ഇട്ട് എറിയാൻ നോക്കി. അത് വിട്ടിട്ട് എൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് മേളിലോട്ട് കയറി. അപ്പോഴത്തേനും ഞാൻ മാറ്റിയായിരുന്നു. അത് എന്നിട്ട് എൻ്റെ വയറിൻ്റെ അവിടെ നിന്ന് മാന്തി. അപ്പോൾ ഞാൻ എൻ്റെ വായിൽ പിടിച്ച് മൂക്കുമൊക്കെ ആയിട്ട് ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വായിൽ കൂടെ ഇതിൻ്റെ ദശയും ഈ ബ്ലഡും എല്ലാം കൂടി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേനും ആൾക്കാർ വന്ന് അതിനെ കുറേ അടിച്ചു. അപ്പോൾ അത് ഓടി ഞാൻ പറഞ്ഞ എൻ്റെ 3 ഫ്രണ്ട്സിൻ്റെ അവരുടെ വീടിന് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ ഇവർ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഈ പട്ടീനെ കണ്ടിട്ട് ഇവരും പേടിച്ചു ഡോർ അടച്ചിട്ട് പോയി. ഇതായിരുന്നു സംഭവിച്ചത്. സഹിക്കാൻ പറ്റില്ലായിരുന്നു ആ പെൺകുട്ടിയുടെ മുറിവിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടാൽ. കാരണം അത്രമാത്രം ആഴത്തിൽ ഒരു ആണി കൊണ്ട് തുളച്ചതുപോലെയാണ് ഓരോ പല്ലുകളും തുളഞ്ഞു കയറിയിരിക്കുന്നത് അവരുടെ കാലുകളിൽ. അത്രമാത്രം ശൗര്യത്തോടു കൂടി കടിച്ചു ആ നായ്ക്കൾ ആ പെൺകുട്ടി. അലക്ഷ്യമായി തുറന്നു വിട്ടതാകാം ഒരുപക്ഷെ ഈ നായ്ക്കൾ ഇത്തരത്തിൽ വീടിന് പുറത്തേക്കെത്തി ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ കാരണം ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം കൃത്യമായി ചങ്ങലയിൽ പൂട്ടി അല്ലെങ്കിൽ കൂടിനുള്ളിൽ വളർത്തേണ്ട അത്യന്തം അപകടകാരികളായിട്ടുള്ള ഈ നായ്ക്കളെ തുറന്നുവിട്ടത് അങ്ങേയറ്റം കുറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമ പോരാട്ടം തുടരുമെന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ അത്തരത്തിൽ നീങ്ങുമെന്ന് ഉറപ്പിക്കുന്നത് ആ പെൺകുട്ടിയുടെ അച്ഛൻ. എൻ്റെ മോളുടെ ലൈഫിൽ അംബിഷൻ ഉണ്ടായിരുന്നു. ആ അംബിഷൻ വെച്ച് ഫിസിക്കൽ ടെസ്റ്റും ഒക്കെ ആവശ്യമുള്ളതാണ്. അതൊരിക്കലും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് അവൾ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു. കാര്യം അങ്ങനത്തെ സ്കാറും കാര്യങ്ങളും ഉള്ളപ്പോൾ അങ്ങനത്തെ ടെസ്റ്റുകളൊന്നും ഇനി വിജയിക്കില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ആ വീട്ടുകാർക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു ആഘാതം വിട്ടുമാറിയിട്ടില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ ആ നായ്ക്കളുടെ കടിയേറ്റ് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് തന്നെ വലിയ പ്രയാസകരമാണ്. അപ്പോഴാണ് ആ കുട്ടി അവളുടെ ധൈര്യം കൊണ്ട് ഒരു തരത്തിൽ രക്ഷപ്പെട്ടത്. ഇനി അതീവ ഗുരുതരമായിരുന്നു കുട്ടിയുടെ ആ സാഹചര്യം. കടിയേറ്റ മുറിവുകൾ കണ്ട ആരും ഒന്ന് ഭയന്നു പോകുമായിരുന്നു. അവൾ ധരിച്ച ആ വസ്ത്രം അത് ഊരി മാറ്റിയപ്പോൾ അതിൽ നിന്ന് രക്തവും രക്തത്തോടൊപ്പം മാംസവും ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു എന്നാണ് അവളുടെ അമ്മ ന്യൂസ് 18നോട് പറഞ്ഞത്. രാവിലെ ആയപ്പോൾ ആൾക്ക് നല്ല മുറിവായിരുന്നു. നല്ല സെഡേഷൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം ആൾക്ക് അത്രയും വേദന ഫീൽ ചെയ്തില്ല. ഇന്നിപ്പോൾ രാവിലെ ഞാൻ മോളുടെ ഡ്രസ്സ് അവർ തന്ന ഡ്രസ്സ് അതോടുകൂടി ഞാനിവിടെ ഒരു ബക്കറ്റിലിട്ട് വെച്ചിരിക്കുമായിരുന്നു. അതെടുത്ത് കയറിൽ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിനകത്തൊന്ന് നോക്കിയപ്പം ചങ്ക് തകർന്നു പോയി. കാര്യം എൻ്റെ മോളുടെ ഫ്ലഷ് പിഞ്ഞ് അതിനകത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഫോട്ടോ എടുത്തു പോലീസിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പോലീസ് വന്നു മൊഴിയെടുത്തു. അപ്പോൾ ആ ഡ്രസ്സെല്ലാം കൂടെ കൊണ്ടുപോയി കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ഭയങ്കരമായിട്ടുള്ള കാര്യം. അവൾ ആകെപ്പാട് ആ സമയത്ത് പേടിച്ചു പോയി. അവൾക്ക് നാളെ ബോർഡ് എക്സാമിൻ്റെ പ്രാക്ടിക്കലായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളൊക്കെ വന്നിരുന്നു. അപ്പം അവളാണെങ്കിൽ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം അവർ ഈ സിറ്റുവേഷൻ കണ്ടിട്ട് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ എക്സാമിനറാണ് വരുന്നത്. അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആ ഡേറ്റ് ഒന്ന് മാറ്റി 17-ാം തീയതിയിലോട്ട് ആക്കി തന്നു. അല്ലെങ്കിൽ നാളെ അവൾക്ക് പ്രാക്ടിക്കൽ മീറ്റ് ചെയ്യാനിരുന്നതാണ്. അതിപ്പം 17-ാം തീയതിയിലോട്ട് മാറ്റി തന്നു. അങ്ങനെ ഇരിക്കുന്നു. ഇന്നിപ്പോൾ ആൾക്ക് നല്ല വേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ടാബ്ലറ്റ് എടുക്കാൻ തന്നിട്ടുണ്ട്. മുറിവൊന്നും കെട്ടി വെക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. വൈറൽ ഇൻഫെക്ഷൻ വരും, കെട്ടി വെക്കാൻ പാടില്ല, തുറന്ന് തന്നെ വെക്കണം, ഡെയിലി കഴുകണമെന്ന് പറഞ്ഞു. ഇനി 10-ാം തീയതി അടുത്ത വാക്സിൻ എടുക്കാൻ പോകണമെന്നും പറഞ്ഞിട്ടുണ്ട്. പോങ്ങമൂട് സ്വദേശി കബീർ എന്നയാളുടെ പേരിലുള്ള അല്ലെങ്കിൽ അയാളുടേതാണ് ആ വളർത്ത നായ്ക്കൾ എന്ന് പറയുന്നു. എന്താണെങ്കിലും ഇയാൾക്കെതിരെ ശ്രീകാര്യം പോലീസിൽ പരാതി നൽകി. പോലീസ് എഫ്ഐആർ ഇട്ടു. എഫ്ഐആറിന് പകർപ്പ് വീട്ടുകാർക്ക് പോലീസ് എത്തി നൽകുകയും ചെയ്തു. ഇനി ഇതിനിടയിൽ ഈ കബീറിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഈ നായയുടെ ഉടമകൾ ഇന്നലെ ഈ പെൺകുട്ടിയെ കാണാൻ ആ വീട്ടിലേക്കെത്തി. ആ വീട്ടിലെത്തിയപ്പോൾ അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നുള്ളതായിരുന്നു മറുപടി. പക്ഷേ പറ്റിയ വീഴ്ചയിൽ അവർ അത്രമാത്രം പശ്ചാത്താപമുണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം അവരുടെ സംസാരം അത്തരത്തിലായിരുന്നു എന്നാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത്. മറ്റുള്ളവരെയും ഈ നായ ആക്രമിച്ചിരുന്നു. അതായത് ആ പെൺകുട്ടിക്ക് ഒപ്പം തന്നെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതുപോലെ കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാത്തത് അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രം. സൈന്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന നായ്ക്കളാണ് എന്ന് നമുക്കറിയാമല്ലോ. വളരെ അപകടകാരികളാണ്. ഈ നായ്ക്കളെ വളർത്തുന്നതിൽ തെറ്റില്ല. ഏത് നായയും വളർത്താനുള്ള സ്വാതന്ത്ര്യം അവരവർക്കുണ്ട്. പക്ഷേ അവരെ വളർത്തുമ്പോൾ ആ നായ്ക്കൾ അപകടകാരികളാണെങ്കിൽ, മറ്റുള്ളവരുടെ ജീവന് പോലും ഹാനി ഉണ്ടാക്കാൻ പാകത്തിൽ അപകടകാരികൾ ആകുന്ന സാഹചര്യമാകുമ്പോൾ അവരെ നിയന്ത്രിക്കേണ്ട ചുമതല അല്ലെങ്കിൽ അതിൽ കുറ്റക്കാരായി മാറുന്നത് അതിൻ്റെ ഉടമസ്ഥരാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഇത്തരം നായ്ക്കളെയോ അല്ലെങ്കിൽ ഇത്തരം വളർത്തുമൃഗങ്ങളെയോ സ്വന്തമായിട്ടുള്ളവർ ഈ സംഭവത്തെ ആധാരമാക്കിയിട്ടെങ്കിലും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു.
ഓടുന്ന കാറിൽ കൂട്ട ബലാത്സംഗം, ആക്രമിച്ചതോ ഒരു SI, ഒപ്പം ഒരു യൂട്യൂബറും. SI ഇപ്പോഴും ഒളിവിലാണ്. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് സംഭവം. ആക്രമണം നേരിട്ടത് ഒരു 14 വയസ്സുകാരിയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിലായിരുന്നു അക്രൂരമായിട്ടുള്ള പീഡനം. ഈ പ്രതികളിൽ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമപാലനം നടത്തുന്ന SI ആണ്. പോലീസ് തന്നെ ഇത്തരം ക്രൂരമായിട്ടുള്ള ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന സാഹചര്യം. അയാളുടെ പേര് SI അമിത് മൗര്യ. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. ഇനി കൂടെ ഉണ്ടായിരുന്നത് ഇയാളുടെ സുഹൃത്താണ്. അയാളൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇയാളുടെ പേര് ശിവഭരൺ യാദവ്. ശിവഭരൺ യാദവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി ഏതാണ്ട് 10 മണിയോട് കൂടിയായിരുന്നു സംഭവം. കാൺപൂരിലെ വീട്ടിലായിരുന്നു ആ പെൺകുട്ടി. വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു സ്കോർപിയോ വാഹനത്തിൽ ഈ പ്രതികൾ വരുന്നത്. ഈ പ്രതികൾ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം കാറിനുള്ളിൽ വെച്ച് തന്നെ ഇവർ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാകുന്നു എന്ന് തോന്നലുണ്ടായപ്പോൾ അവർ തിരികെ വീട്ടുമുറ്റത്ത് കൊണ്ട് തള്ളി മുങ്ങിക്കളഞ്ഞു. ഏറെക്കുറെ അബോധാവസ്ഥയിലായിരുന്നു അവൾ. ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് ആ പെൺകുട്ടിയെ അവർ തിരികെ ആ വീട്ടുമുറ്റത്ത് കൊണ്ടാക്കുന്നത് എന്നോർക്കണം. അത്രയും നേരം അവൾ ഇവർ രണ്ടുപേരുടെയും കൊടിയ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നു. പെൺകുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും മോശമാണ്. ഈ പരിക്കേറ്റ പെൺകുട്ടിയുടെ സഹോദരനാണ് ആദ്യം മുറ്റത്ത് ഏറെക്കുറെ അബോധാവസ്ഥയിൽ കിടക്കുന്ന സഹോദരിയെ കാണുന്നത്. തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു സഹോദരനും മറ്റ് വീട്ടുകാരും ചേർന്ന്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകി. അങ്ങനെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്. कल सचिंडी थाने में एक FIR पंजीकृत होती है। एक बालिका के खिलाफ रेप का मुकदमा पंजीकृत कराया जाता है और वो अज्ञात में लिखा जाता है। बालिका के बयानों के आधार पे 2 लोगों का नाम प्रकाश में आता है। एक शिवबरन है जो पत्रकार हैं और दूसरे एक सब इंस्पेक्टर का नाम प्रकाश में आता है। शिवबरन की अरेस्टिंग हो चुकी है। हमारे सब इंस्पेक्टर जो अमित मौर्य हैं ये अभी फरार चल रहे हैं। उनकी अरेस्टिंग के लिए 4 टीमें लगा दी गई हैं और जल्दी ही उनकी भी अरेस्टिंग हो जाएगी। महिला के जो बच्ची की जो FIR पंजीकृत हुई है सही धाराओं में पंजीकृत न करने के लिए और तथ्यों के साथ छेड़छाड़ करने के लिए और सही स्थिति को वरिष्ठ अधिकारियों तक न पहुंचाने की लापरवाही के लिए थानाध्यक्ष को तत्काल प्रभाव से निलंबित कर दिया गया है। आगे की कार्रवाई जैसे मेडिकल की कार्रवाई और कोर्ट मजिस्ट्रेट के सामने जो बयान बच्ची के होने हैं वो कार्रवाई कराई जा रही है। ഈ സഹോദരനും ബന്ധുക്കളും ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ വലിയ മൈൻഡൊന്നും ചെയ്തില്ല പോലീസുകാർ. അതിനെന്താണ് കാരണമുണ്ടല്ലോ. SIക്കെതിരെയാണല്ലോ ഇവർ പരാതിയുമായി എത്തിയിരിക്കുന്നത്. ഈ പരാതി സ്വീകരിക്കാൻ പോലും ഈ പോലീസുകാർ തയ്യാറായില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ആദ്യം ഈ പോലീസുകാർ പിടിച്ചു വെക്കാൻ മിടുക്ക് കാട്ടുകയും ചെയ്തു. മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത ശേഷം മാത്രം വീട്ടിലേക്ക് പോയാൽ മതി എന്നുള്ള നിർബന്ധവും. ഈ അങ്ങേയറ്റം മോശം അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടിയും കുടുംബവും എല്ലാം. എന്നിട്ടും ഏറെ നേരം അവരെ തടഞ്ഞു വെച്ചു എന്നാണ് സഹോദരൻ പറയുന്നത്. എന്നാലും പോലീസുകാർ കാട്ടിയത് അത് വലിയ തോതിൽ വിവാദമായി. അങ്ങനെ ഈ വിവാദം കത്തിപ്പടർന്നു. ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇടപെടേണ്ടി വന്നു. അങ്ങനെ ആ പോലീസ് സ്റ്റേഷൻ അവിടുത്തെ SHO ഉൾപ്പെടെ അതിനേക്കാൾ ഉപരി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്കും അവിടെ നടപടി നേരിട്ട സാഹചര്യമുണ്ടായി. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ദിനേശ് ചന്ദ്ര ത്രിപാഠിയെ തൽക്കാലത്തേക്ക് നീക്കി ആ സ്ഥാനത്ത് നിന്ന്. ഇനി അവിടുത്തെ SHO സജയന്തി സ്റ്റേഷനിലെ SHO വിക്രം സിംഗ് എന്ന ആളാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പോക്സോ കുറ്റം അത് ചുമത്താത്തതിനാണ് ഈ SHOയ്ക്കെതിരായിട്ടുള്ള നടപടി. പോലീസ് ഉദ്യോഗസ്ഥനും മാധ്യമപ്രവർത്തകരും ഇവർ രണ്ടുപേരുമാണല്ലോ പ്രതികൾ. ഇവർ വളരെ നാളുകളായി സുഹൃത്തുക്കളാണെന്നാണ് വിവരം. ഏത് സാഹചര്യത്തിലാണ് ഇനി മദ്യത്തിന്റെ ലഹരിയിലോ അതെങ്കിലും മറ്റേതെങ്കിലും ലഹരിയുടെ പശ്ചാത്തലത്തിലാണോ ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നോ ഈ പെൺകുട്ടിയുമായി ഇവർക്ക് നേരത്തെ പരിചയമുണ്ടോ, ഇത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തത ഇതുവരെ പോലീസ് നൽകിയിട്ടില്ല. ബന്ധുക്കളും അതിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടുമില്ല. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച സ്കോർപിയോ കാർ
അത് എന്താണേലും കണ്ടെടുത്തിട്ടുണ്ട്. അത് പ്രതികൾ ഒരാളായിട്ടുള്ള ആ SIയുടേതാണ്. വാഹനം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഒളിവിലാണ് നിലവിൽ പോലീസുകാരനായിട്ടുള്ള SI ആയിട്ടുള്ള അമിത് മൗര്യ. അമിത് മൗര്യയെ കണ്ടെത്താനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കാൺപൂർ പോലീസിൽ തൽക്കാലത്തേക്കെങ്കിലും വിശ്വാസം അർപ്പിക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. കാരണം അവർക്ക് മറ്റു മാർഗങ്ങളില്ല, പോലീസിനെ വിശ്വസിക്കുകയല്ലാതെ. നിലവിൽ 4 സംഘങ്ങൾ രൂപീകരിച്ച് അന്വേഷണം നടത്തുന്നുവെന്നും പോലീസ് പറയുന്നു. പക്ഷേ അപ്പോഴും സംശയം അത് മാറുന്നില്ല. കാരണം ആദ്യം പരാതി സ്വീകരിക്കാൻ തയ്യാറാകാത്ത ആ പോലീസുകാർ ആ SIയെ രക്ഷിക്കാൻ നോക്കില്ലേ എന്നുള്ളത് സ്വാഭാവിക സംശയം മാത്രം. മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് 48കാരൻ. ഒടുവിൽ പോലീസ് പിടികൂടുന്നത് എൻകൗണ്ടറിൽ. ഉത്തർപ്രദേശിൽ തന്നെയാണ് ഈ സംഭവം. ഇത് അംറോഹയിലാണ്. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ പിഞ്ചു പെൺകുട്ടി 3 വയസ്സുകാരിയാണ്. വീടിന് പുറത്ത് കളിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് എത്തുകയാണ് ഇയാളുടെ പേര് ഗജേന്ദ്ര സിംഗ് മല്ലാഹ്. ഈ ഗജേന്ദ്ര സിംഗ് മല്ലാഹ് എത്തി കുഞ്ഞിനടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അതെല്ലാം സമീപത്തുള്ള CCTVയിൽ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ബോധമില്ലായിരിക്കാം. എന്താണെങ്കിലും കുറെ നേരം ചുറ്റിപ്പറ്റി നിന്ന ശേഷം ആ കുട്ടിയെ പ്രലോഭിപ്പിച്ച് ഇയാൾ കൊണ്ടുപോകുന്നതൊക്കെ പിന്നീട് ദൃശ്യങ്ങളിൽ പതിഞ്ഞു. ചോക്ലേറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞായിരുന്നു ആ പിഞ്ചു കുഞ്ഞിനെ ഇയാൾ പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ ആളൊഴിഞ്ഞത് സ്ഥലത്തെത്തി. അവിടെ വെച്ച് ആ 3 വയസ്സുകാരിയെ അയാൾ നിർദാക്ഷിണ്യം ഉപദ്രവിച്ചു. പീഡിപ്പിച്ച ശേഷം ആ കുഞ്ഞിനെ ഒരു കനാലിന് സമീപം ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയായിരുന്നു ആ ദുഷ്ടൻ. ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ ദൂരത്തിലായിരുന്നു ഈ ഉപേക്ഷിച്ച സ്ഥലം. അതായത് ആ കനാലിൽ ആ കുട്ടി വീഴാത്തതൊക്കെ മറ്റൊരു തരത്തിൽ ഭാഗ്യമെന്ന് കരുതാം. കുഞ്ഞിനെ കാണാതെ വലിയ വിഷമത്തിൽ അന്വേഷണത്തിലായിരുന്നു ആ കുഞ്ഞിൻ്റെ കുടുംബവും ബന്ധുക്കളുമെല്ലാം. അവർ തെരച്ചിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ തളർന്നു കിടക്കുന്ന ആ കുഞ്ഞിനെ അവർ ഒടുവിൽ കണ്ടെത്തി. ആ കനാലിന് സമീപത്ത് നിന്ന് തൊട്ടടുത്തുള്ള ഒരു ഹെൽത്ത് സെന്ററിലേക്ക്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്കാണ് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവർ ആദ്യം ഓടി അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ഡോക്ടർമാർ പറഞ്ഞു ഇത് നല്ലൊരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യണമെന്ന്. അങ്ങനെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് ഈ പീഡനത്തിൻ്റെ വിവരം പുറത്തേക്ക് അറിയുന്നത്. കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഗുരുതരമായിട്ടുള്ള ആന്തരിക സ്രാവം ഉണ്ടായിരുന്നു എന്നാണ് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത്. മാത്രമല്ല അവളുടെ ജനനേന്ദ്രിയത്തിലൊക്കെ ആഴത്തിലുള്ള മുറിവുകളും. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ആ കുട്ടി. പോലീസ് പറയുന്നത് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇയാളിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന്. മാത്രമല്ല നാട്ടുകാരും ചില സൂചനകൾ നൽകി ഇയാളെ പറ്റി. അങ്ങനെ പ്രതിയിലേക്ക് പെട്ടെന്ന് എത്താൻ പോലീസിന് സാധിച്ചു എന്ന് പോലീസ് പറയുന്നു. CCTV फुटेज देखने से ज्ञात हुआ कि नाबालिग बच्ची के आसपास एक संदिग्ध व्यक्ति बहुत देर से घूम रहा है और उसका पीछा कर रहा है। इस व्यक्ति की पहचान गजेंद्र निवासी ग्राम तुन्नर के बूढ़ थाना सैदनगली के रूप में ही इसकी तलाश पुलिस टीम द्वारा लगातार की जा रही थी। आज सुबह इसकी घेराबंदी जब की गई तो इसने अपने आप को गिरता हुआ देखकर पुलिस टीम पर फायर किया, जिसमें एक SI के बुलेट प्रूफ जैकेट पे भी गोली लगी। पुलिस टीम ने भी आत्मरक्षार्थ फायरिंग करी, जिसमें इसके पैर में गोली लगने से यह घायल हो गया। पुलिस टीम द्वारा इसको गिरफ्तार किया। പുലർച്ചെ ബേഗംപൂർ മുണ്ട എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ഈ എൻകൗണ്ടർ നടക്കുന്നത്. ഈ എൻകൗണ്ടറിനുള്ള സാഹചര്യം എന്തായിരുന്നു? പോലീസിന്റെ ചെക്ക് പോസ്റ്റാണ്. അവിടെ എത്തിയപ്പോൾ ഇയാൾ കടന്നു കളയാൻ ശ്രമിച്ചു. പോലീസ് തടഞ്ഞു. അപ്പോൾ പോലീസിന് നേരെ ആ വാഹനത്തിലിരുന്നു കൊണ്ട് തന്നെ വെടിയുതിർക്കാൻ ശ്രമിച്ചു ഇയാൾ. അങ്ങനെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള ദീപക് കുമാറിന് പരിക്കേൽക്കുകയും ചെയ്തു. പോലീസ് നിർബന്ധിതരായി തിരിച്ചു വെടിയേക്കാൻ. അങ്ങനെ തിരിച്ചുള്ള വെടിവെപ്പിൽ ഇയാളുടെ കാലിന്, ഗജേന്ദ്രയുടെ കാലിന് പരിക്കേറ്റു. നാടൻ തോക്കും വെടിയുണ്ടയും വ്യാജ രജിസ്ട്രേഷനിലുള്ള ആ മോട്ടോർ സൈക്കിളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്.
എന്താണെങ്കിലും 3 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തി അല്ലെങ്കിൽ പീഡിപ്പിച്ച ആ ദ്രോഹി ഇപ്പോൾ കസ്റ്റഡിയിലാണ്, റിമാൻഡിലാണ്. ഒരു നാടിനെ നടുക്കിയ ഒരു കൂട്ടക്കൊല, അതിലേക്കാണ് ഇനി പോകുന്നത് 28th അവർ. ഇടവേളയ്ക്ക് ശേഷം. ഒരു നാടിനെ ആകെ നടുക്കി കുടുംബത്തിന്റെ കൂട്ടക്കൊല. മരിച്ചത് പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ 4 പേർ. പഞ്ചാബിലെ ഫിറോസ്പൂർ, അവിടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ ദുരന്തം. ഹർമൻ നഗർ എന്ന കോളനിയിൽ, അവിടെയാണ് ആ വീട്. മരിച്ചത് ഒരു കുടുംബത്തിലെ 4 പേർ. വെടിയേറ്റ നിലയിലായിരുന്നു ആ 4 പേർ. ഒരു പിസ്റ്റൾ കണ്ടെടുത്തിട്ടുണ്ട് ആ വീടിന്റെ ഉള്ളിൽ നിന്ന്. ആ വീട്ടുടമസ്ഥന്റെ പേര് അമൻ സിംഗ് എന്നാണ് നാട്ടിൽ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ അമൻദീപ് സിംഗ്. അയാളുടെ ഭാര്യ ജസീർ കൗർ, 10 വയസ്സുള്ള മൂത്ത മകൾ മൻവീർ കൗർ, 6 വയസ്സുള്ള ഇളയ മകൾ പ്രണീത് കൗർ. ഇങ്ങനെ 4 പേരാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കിടന്നത്. സലൂൺ ബിസിനസ്സാണ് അദ്ദേഹത്തിന്, ഒപ്പം ധനകാര്യ സ്ഥാപനവുമുണ്ട്. രാവിലെ പതിവ് പോലെ വീട്ടുജോലിക്കാരി അവിടേക്കെത്തും. കഴിഞ്ഞ ദിവസവും ആ വീട്ടുജോലിക്കാരി വീട്ടിലെത്തി വാതിൽ മുട്ടി. പക്ഷേ എത്ര മുട്ടിയിട്ടും രാവിലെ വാതിൽ തുറക്കുന്നില്ല. പതിവായി രാവിലെ എഴുന്നേൽക്കുന്ന ആ ഗൃഹനാഥ പുറത്തേക്ക് വരാത്തപ്പോൾ ആ വീട്ടുജോലിക്കാരിക്ക് സംശയമായി. അങ്ങനെ അയൽക്കാരെ ആദ്യം വിളിച്ചുകൂട്ടി. പിന്നീട് ബന്ധുക്കളും എത്തി. ഒടുവിൽ വാതിൽ തള്ളി തുറന്നു അകത്തേക്ക് കയറി. അപ്പോൾ ആ നാട്ടുകാരും ബന്ധുക്കളും കണ്ടത് ഭയാനകമായിട്ടുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. വെടിയേറ്റ് ചോരയൊലിച്ച നിലയിൽ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളും, ഒപ്പം അയാളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. കിടപ്പുമുറിയിൽ, അവരുടെ ബെഡ്റൂമിലായിരുന്നു അവർ 4 പേരും. 4 മൃതദേഹങ്ങൾ ഇങ്ങനെ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. പോലീസ് ഓടിയെത്തി. വീട് പൂട്ടി സീൽ ചെയ്തു. അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘമെത്തി. ഇനി ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിലാണ് അന്വേഷണം നടക്കുന്നത്. കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ਸਨ ਆਫ ਸੁਰਿੰਦਰ ਸਿੰਘ ਇਹਨਾਂ ਦਾ ਘਰ ਹੈ ਇੱਥੇ। ਸਵੇਰ ਜਿਹੜੇ ਇਹਨਾਂ ਦੇ ਗਵਾਂਢੀ ਹੈਗੇ ਆ ਉਹਨਾਂ ਨੂੰ ਨਾਲ ਪਤਾ ਲੱਗਿਆ ਵੀ ਇੱਥੇ ਇਹ ਕਿਉਂ ਨਹੀਂ ਜਿਹੜੇ ਕੰਮ ਕਰਨ ਵਾਲੇ ਆਏ ਤੇ ਵੀ ਇਹ ਬਾਹਰ ਕਿਉਂ ਨਹੀਂ ਨਿਕਲੇ। ਜਦੋਂ ਇਹਨਾਂ ਦੇ ਉੱਪਰ ਕਿਰਾਏਦਾਰ ਵੀ ਹੈ ਤੇ ਸਾਹਮਣੇ ਗਵਾਂਢੀ ਥੋੜਾ ਕੀ ਨਾਮ ਹੈ ਕਰਨਜੀਤ ਸਿੰਘ, ਇਹਨਾਂ ਨੇ ਆ ਕੇ ਇੱਥੇ ਦੇਖਿਆ ਤੇ ਉਹਨੂੰ ਪੁਸ਼ ਕਰਕੇ ਦਰਵਾਜ਼ੇ ਨੂੰ ਖੋਲ੍ਹਿਆ ਤੇ ਅੰਦਰ ਜਾ ਕੇ ਇਹਨਾਂ ਨੂੰ ਪਤਾ ਲੱਗਿਆ ਵੀ ਉਹ ਉਹਨਾਂ ਦੇ ਗੋਲੀਆਂ ਲੱਗੀਆਂ ਹੋਈਆਂ ਤੇ ਉਹਨਾਂ ਦੇ ਕੋਲੇ ਹੀ ਪਿਸਟਲ ਹੈ ਜਿਹੜੇ ਅਮਨਦੀਪ ਸਿੰਘ ਸੀਗੇ। ਤੇ ਜ਼ਾਹਰਾ ਤੌਰ ਤੇ ਤਾਂ ਇਹ ਲੱਗਦਾ ਵੀ ਇਹਨਾਂ ਨੂੰ ਕੋਈ ਆਪਣਾ ਜਿਵੇਂ ਉਹਨਾਂ ਦੇ ਬੱਚਿਆਂ ਦੇ ਇਹਨਾਂ ਦੇ ਕੋਲੇ ਹੀ ਪਿਸਟਲ ਹੈ ਵੀ ਕੋਈ ਗੁੱਸਾ ਗਿਲਾ ਹੋਇਆ ਜਾਂ ਕੋਈ ਕਿਹੜੀ ਗੱਲ ਕਰਨ ਹੋਇਆ, ਉਹ ਬਾਕੀ ਅਸੀਂ ਜਿਹੜਾ ਸਾਰਾ വെരിഫൈ ਕਰ ਰਹੇ ਹਾਂ। ആത്മഹത്യ എന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. ആദ്യം ഭാര്യയെ വെടിവെച്ചു കൊന്നു, പിന്നീട് ആ 2 കുട്ടികളെ, ഒടുവിൽ സ്വയം വെടിയുതിർത്തു. എന്താണ് അതിന്റെ കാരണമെന്ന് ഇപ്പോഴും ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ആ പിഞ്ചോമനങ്ങളുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് അയാൾക്ക് വെടിയുതിർക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് സംശയം. അതോ ഇനി മറ്റെന്തെങ്കിലും അട്ടിമറിയുണ്ടോ എന്നും അന്വേഷിക്കും. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം. 20-ാം മണിക്കൂർ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.